അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോറിലേഷൻ കോയിഫിഷ്യനെ കുറിച്ചാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്ലാസ്സിൽ കോറിലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്, കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് ആയിട്ടുള്ള സ്കാറ്റർ ഡയഗ്രാം മെത്തേഡിനെ നമ്മൾ ആ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എല്ലാ സമയത്തും അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു മെത്തേഡ്, അതിനൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടുള്ള കോറിലേഷൻ കോയിഫിഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. കോറിലേഷൻ കോയിഫിഷ്യന്റ് കാണാൻ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്ക് കോറിലേഷനെ കുറിച്ചാണ്. അപ്പൊ റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും വേരിയബിളിനെ നമുക്ക് ഇതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. എല്ലാ സമയത്തും നമുക്ക് വാല്യൂസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അഥവാ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ കാണേണ്ട സിറ്റുവേഷൻസ് നമുക്ക് വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരാളുടെ പ്രിഫറൻസ്, ഇപ്പം ഒരാളുടെ ഇന്റലിജൻസും അയാളുടെ ബ്യൂട്ടിയും തമ്മിലുള്ള കോറിലേഷൻ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്റലിജൻസും ബ്യൂട്ടി. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നതും ബ്യൂട്ടി എന്ന് പറയുന്നതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, അത് ക്വാളിറ്റേറ്റീവ് ആണ്. ഇപ്പൊ ബ്യൂട്ടി പറഞ്ഞാൽ ഒരാ 5 കുട്ടികളെ വിളിച്ചിട്ട് എന്നോട് റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ ആരാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോദിച്ചാൽ ഞാൻ പറയുന്ന വാല്യൂ ആയിരിക്കില്ല നിങ്ങൾ പറയാം, അതായിരിക്കില്ല വേറൊരാൾ പറയും. അപ്പം അത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ, ഒപ്പീനിയൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വേരിയബിൾസ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻസ് വന്നാൽ അത് കാണാനുള്ള ഒരു ടെക്നിക്കാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ വേരിയബിൾസിന് നമ്മൾ റാങ്ക് അസൈൻ ചെയ്യും. അതായത് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ളതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും, അടുത്തതിന് സെക്കൻഡ് റാങ്ക് കൊടുത്തു, അടുത്തതിന് തേർഡ് റാങ്ക് കൊടുക്കും. അങ്ങനെ റാങ്ക് അസൈൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റാങ്കുകൾ തമ്മിലുള്ള കോറിലേഷൻ അനലൈസ് ചെയ്യും. അതിനെയാണ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് വിളിക്കുക. അവിടെ എക്സാക്ട് വാല്യൂസ് അല്ല നമ്മൾ കോറിലേഷന് വേണ്ടി, കോറിലേഷൻ അനാലിസിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അവിടെ കറസ്പോണ്ടിങ് റാങ്കുകളാണ് നമ്മൾ കോറിലേഷൻ അനാലിസിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ അനാലിസിസ് ഓഫ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കാണാനുള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വേഷൻ ആണ്. R is equal to 1 minus 6 into summation d square divided by n into n square minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ R എന്ന് പറഞ്ഞാൽ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണ്. D എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻ ചെയ്ത റാങ്കുകൾ ഉണ്ടാവും, ആ റാങ്കുകൾ നമ്മൾ ഡിഫറൻസ്, അതിനെയാണ് D എന്ന് വിളിക്കുക. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസിന്റെ സ്ക്വയർ ആണ്, അതിന്റെ സമ്മേഷൻ ആണ് സമ്മേഷൻ ഡി സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇതിലൊന്നും മാറ്റില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണ് റാങ്ക് അസൈൻ ചെയ്യുക, എങ്ങനെയാണ് റാങ്ക് അസൈൻ ചെയ്തിട്ട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യമുള്ളത്. പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് തരാം. ഒരു രീതി പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ചില സമയത്ത് നമുക്ക് എന്ത് തരും, വാല്യൂസ് തന്നെ തരും, അല്ലെങ്കിൽ റാങ്ക് തരും. അപ്പൊ നമുക്ക് 2 റാങ്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റാങ്കുകൾ ഉപയോഗിച്ചിട്ട് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സിന്റെ റാങ്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് 1, 2, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ റാങ്ക് ഓഫ് വൈ തന്നിട്ടുണ്ട് വിചാരിക്കാം, 2, 3, 4, 9 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റാങ്കുകൾ ഉപയോഗിച്ച് ഡയറക്റ്റ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ചില സമയത്ത് റാങ്ക് ആയിരിക്കില്ല തരിക, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂസും വൈ എന്ന് പറഞ്ഞിട്ട് വേരിയബിളിന്റെ വാല്യൂസും തന്നിട്ട് നമ്മളോട് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കാണാൻ പറയും. ആ സമയത്ത് നമ്മൾ ഈ എക്സിനും വൈക്കും എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് വാല്യൂസിന് അനുസരിച്ച് എന്ത് ചെയ്യണം, റാങ്ക് നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും. ആ അസൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിലെ പ്രോബ്ലം വരിക എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മള് 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്നുകിൽ ഇതുപോലെ റാങ്ക് ഓഫ് എക്സ് എന്ന് പറഞ്ഞ റാങ്കുകൾ തന്നിട്ടുണ്ട്, ഇവിടെ റാങ്കുകൾ തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ റാങ്കുകളാണ് തന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് തന്നിരിക്കുകയാണ്.
റാങ്ക് ഓഫ് y എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞ വേരിയബിളിന്റെ റാങ്കുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. അപ്പൊ നമുക്ക് ഇവിടെ തന്ന കാര്യങ്ങൾ, ഒന്ന് റാങ്ക് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, റാങ്ക് ഓഫ് വൈയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടത് ഡി സ്ക്വയർ ആണ്. ഡി സ്ക്വയർ അല്ലെ ഇക്വേഷനിലുള്ളത് r is equal to 1 minus 6 summation d square divided by n into n square minus 1 എന്നുള്ളതാണ് ഇക്വേഷൻ. n into n square minus 1 അല്ലെങ്കിൽ n cube minus n എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ ഉണ്ടാവാം. n cube minus n എന്ന് പറഞ്ഞാൽ n into n square minus 1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ആ വാല്യൂസ് റാങ്ക് ഓഫ് എക്സ് 6 ആകുമ്പോൾ ഇവിടെ റാങ്ക് ഓഫ് വൈ 4 ആണ്. 4 ആകുമ്പോൾ ഇവിടെ 1 ആണ്. 3 ആകുമ്പോൾ 6 ആണ്. 1 ആകുമ്പോൾ 7 ആണ്. 2ന്റെ റാങ്ക് 5 ആണ്. അതുപോലെ 5, അതുപോലെ 7, 8, 9, 10, 8, 9, 10, 3, last one 5, 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഡി സ്ക്വയർ കാണാം. നേരിട്ട് ഡി കണ്ട ശേഷം ഡി സ്ക്വയർ കാണാം. അതിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പം ഡി സ്ക്വയർ ഡയറക്റ്റ് കാണലാണ്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ എക്സും ആർ വൈയും അഥവാ റാങ്ക് ഓഫ് എക്സും റാങ്ക് ഓഫ് വൈയും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ ആണ്. ഇവിടെ 6 minus 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 minus 1 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 3 minus 6 minus 3 ആണ്. minus 3ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 9 ആണ്. 1 minus 7 എന്ന് പറഞ്ഞാൽ minus 6 ആണ്. 6 സ്ക്വയർ 36 ആണ്. സ്ക്വയർ കാണുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് വരില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. 2 minus 5 minus 3 ആണ്. ആൻസർ സ്ക്വയർ ചെയ്താൽ 9 ആണ്. 7ഉം 8ഉം നമ്മൾ ഡിഫറൻസ് 1, സ്ക്വയർ 1 ആണ്. 9ഉം 10ഉം നമ്മൾ ഡിഫറൻസ് 1, 1ന്റെ സ്ക്വയർ 1 ആണ്. 8ഉം 9ഉം നമ്മൾ ഡിഫറൻസ് 1 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 10ഉം 3ഉം നമ്മൾ ഡിഫറൻസ് 7 ആണ്. സ്ക്വയർ 49 ആണ്. 5ഉം 2ഉം നമ്മൾ ഡിഫറൻസ് 9 ആണ്. 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ സമ്മേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അറിയണം. അതാണ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. 4, 9, അതുപോലെ 4, 9, 36, 9, 1, 1, 49, 9. ലാസ്റ്റ് വൺ സമ്മേഷൻ 128 കിട്ടും. 128. ഇനി ഈ വാല്യൂസിനെ കൊണ്ടുപോയിട്ട് ഇക്വേഷനിൽ കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. r is equal to 1 minus 6 into summation d square 128 ആണ് നമുക്ക് അറിയാം. നമുക്ക് കണ്ടുപിടിച്ചു. 128 divided by n cube minus n അല്ലെങ്കിൽ n into n square minus 1. രണ്ടാണെങ്കിലും സെയിം തന്നെയാണ്. എത്ര ഒബ്സർവേഷൻ ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10 അല്ലെ. അപ്പൊ 10 ക്യൂബ് മൈനസ് 10, അതായത് 1 മൈനസ് 6 into 128 ചെയ്തിട്ടുണ്ടെങ്കിൽ 768 എന്ന് കിട്ടും. 768 എന്ന് കിട്ടും. ഇവിടെ 10 ക്യൂബ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ 990 എന്നാണ് കിട്ടുക. 990. ആദ്യം 768 ഡിവൈഡ് ബൈ 990 ചെയ്യുക. അത് 0.776 ആവും. 1 മൈനസ് 0.776 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ 0.224 കിട്ടും. 0.224 ആണ് കോറിലേഷൻ കോയിഫിഷ്യന്റ് അഥവാ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യന്റ് കിട്ടുക. 0.224 ആണ്. അതായത് ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ വേരിയബിൾ തമ്മിൽ ഉള്ളത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് റാങ്കുകളാണ്. റാങ്കുകൾ ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അത് തമ്മിലുള്ള കോറിലേഷൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാ സമയത്തും നിങ്ങൾക്ക് ഡയറക്റ്റ് റാങ്ക് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല.
നമുക്ക് ചില സമയത്ത് എന്ത് കിട്ടൂല, ഡയറക്റ്റ് ആയിട്ട് റാങ്ക് തരൂല. ആ സമയത്ത് നമ്മൾ എക്സും വൈയും അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് തരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റാങ്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഹയസ്റ്റ് വാല്യൂന് 1, പിന്നെ സെക്കൻഡ് ഹയസ്റ്റിന് 2 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് റാങ്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂന് 1, സെക്കൻഡ് ലോവസ്റ്റിന് 2 എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം, റാങ്ക് ഇഷ്യൂ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ഒരേ രീതി തന്നെ ചെയ്യണം. ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ ചെയ്യണം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, വാല്യൂസ്. അപ്പൊ ഞാൻ ആദ്യം എക്സ് ആയിട്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. 300, വൈ ആക്ച്വൽ കോസ്റ്റ് 300, 273, അതുപോലെ 450, 486, 800, 734, 250, 297, 500, 631, 975, 872, 475, 396, 400, 457. ഓക്കെ, ഇനി ഇതിന് റാങ്ക് കൊടുക്കുക. റാങ്ക് ഓഫ് എക്സ്, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് റാങ്ക് കൊടുക്കുക. ഞാൻ ഹയസ്റ്റ് വാല്യൂന് 1 കൊടുക്കുന്നു. എക്സിന്റെ ഹയസ്റ്റ് വാല്യൂ 975ന് 1 കൊടുക്കുന്നു. സെക്കൻഡ് ഹയസ്റ്റ് 200ന് എന്ത് ചെയ്യുന്നു, 2 കൊടുക്കുന്നു. തേർഡ് ഹയസ്റ്റ് 800ന് 2 കൊടുക്കുന്നു. തേർഡ് ഹയസ്റ്റ് 500 ഉണ്ട്, 500ന് 3 കൊടുക്കുന്നു. 475ന് 4 കൊടുക്കുന്നു. 450ക്ക് 5 കൊടുക്കുന്നു. പിന്നെ 400ന് 6 കൊടുക്കുന്നു. പിന്നെ 300ന് 7, 297ന് 8. ഈ രീതിയിൽ നമ്മൾ റാങ്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് റാങ്ക് ഓഫ് വൈ. ഹയസ്റ്റ് വാല്യൂനാണ് 1 കൊടുത്തത്. അപ്പൊ ഇതിലും അതുപോലെ തന്നെ ചെയ്യണം. ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 872നാണ് 1 കൊടുക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് വാല്യൂ 734ന് 2 കൊടുക്കുന്നു. തേർഡ് ഹയസ്റ്റ് വാല്യൂ 631ന് 3 കൊടുക്കുന്നു. ഫോർത്ത് ഹയസ്റ്റ് വാല്യൂ 486ന് 4 കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ 457ന് 5, പിന്നെ 396ന് 6, 297ന് 7, 273ക്ക് 8. റാങ്ക്സ് അസൈൻ ചെയ്തു. ഇനി ഡി സ്ക്വയർ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി സ്ക്വയർ കാണാം. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ RX മൈനസ് RY ഹോൾ സ്ക്വയർ ആണ് ഡി സ്ക്വയർ. ഓക്കെ, 7, 8 നമ്മൾ ഡിഫറൻസ് 1 ആണ്, 1 സ്ക്വയർ 1 ആണ്. 5, 4 നമ്മൾ ഡിഫറൻസ് 1 ആണ്, 1 സ്ക്വയർ 1 ആണ്. 2, 2 നമ്മൾ ഡിഫറൻസ് 0 ആണ്, 0 സ്ക്വയർ 0 ആണ്. 8, 7 നമ്മൾ ഡിഫറൻസ് 1 ആണ്, 1 സ്ക്വയർ 1 ആണ്. 3, 3 നമ്മൾ ഡിഫറൻസ് 0 ആണ്, 0 സ്ക്വയർ 0 ആണ്. 1, 1 ഡിഫറൻസ് 0 ആണ്, 0 സ്ക്വയർ 0 ആണ്. 4ഉം 6 നമ്മൾ ഡിഫറൻസ് 2 ആണ്, 2 സ്ക്വയർ 4 ആണ്. 6ഉം 5ഉം നമ്മൾ ഡിഫറൻസ് 1 ആണ്, 1 സ്ക്വയർ 1 ആണ്. അപ്പൊ നമ്മൾ എല്ലാ വാല്യൂസും എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ സമ്മേഷൻ കാണാം. സമ്മേഷൻ ഡി സ്ക്വയർ 1, 2, 3, 4, 4 പ്ലസ് 4 8. സമ്മേഷൻ ഡി സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെയാണ്. R = 1 - 6 സമ്മേഷൻ ഡി സ്ക്വയർ
ഡിവൈഡഡ് ബൈ n ക്യൂബ് മൈനസ് n അല്ലെങ്കിൽ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 രണ്ട് എഴുതിയാലും ആൻസർ സെയിം തന്നെയാണ്, ഇക്വേഷൻ സെയിം തന്നെയാണ്. 1 മൈനസ് 6 ഇൻറ്റു സമ്മേഷൻ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, 8 ഒബ്സർവേഷൻസ് ഉള്ളത്. അപ്പൊ 8 ക്യൂബ് മൈനസ് 8. ഓക്കെ, അതായത് 1 മൈനസ് 6 ഇൻറ്റു 8, 6 ഇൻറ്റു 8 എത്രയാ? 48 അല്ലേ? ഡിവൈഡഡ് ബൈ 8 ക്യൂബ് മൈനസ് 8 ചെയ്താൽ 8 ക്യൂബ് മൈനസ് 8 ചെയ്താൽ 504 എന്ന് കിട്ടും. ആൻസർ 1 മൈനസ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് 0.095 എന്നാണ് കിട്ടുന്നത്. അത് മൈനസ് ചെയ്താൽ ആൻസർ 0.905 കിട്ടും. അതായത് 6 കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.905 ആണ്. ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ വേരിയബിൾ തമ്മിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ വാല്യൂസ് തന്നിട്ട് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ കാണാൻ നമ്മളിപ്പോൾ പഠിച്ചു. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് റാങ്ക് തരിക, ഡയറക്റ്റ് റാങ്ക് തന്നിട്ട് നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ വാല്യൂസ് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അല്ലെ? വാല്യൂസ് റിപ്പീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയമല്ലേ? ഇപ്പൊ ഇവിടെ 450 ഉണ്ട്, അതേപോലെ വേറൊരു 450 കൂടി ഉണ്ടായിരുന്നെങ്കിൽ, വേറൊരു വാല്യൂ കൂടി 450 വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റാങ്കുകൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷന്റെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തൊരു വേർഷനാണ്, വേറൊരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇക്വേഷൻ സെയിം തന്നെയാണ്, ഇതിന് കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ഉണ്ടാവും. റിപ്പീറ്റഡ് റാങ്ക് വരുന്ന പ്രോബ്ലംസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നത് ചെയ്യാം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാ റാങ്ക് കോറിലേഷൻ കാണുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അല്ലാത്ത അഥവാ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിന്റെ കോറിലേഷൻ കാണേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതിൽ റിപ്പീറ്റഡ് അല്ലാതെ റാങ്ക് വരുന്ന രീതിയിൽ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാൻ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.